തൃശൂർ ജില്ലയിലെ തീരദേശത്തെ മതിലകം മുതൽ വടക്കോട്ടെങ്ങണ്ടിയൂർ വരെയുള്ള 9 പഞ്ചായത്തുകൾ പൈപ്പ് ലൈൻ വഴിയോ ടാങ്കർ ലോറി മുഖേനയോ കുടിവെള്ളം എത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഈ പഞ്ചായത്തിലെ സെക്രട്ടറിമാർക്ക് ഹൈക്കോടതി നിർദ്ദേശം. നാട്ടിക ഫർക്കയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് PACD മാസ്റ്റർ KA ധർമ്മരാജൻ, അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് മുഖേന നൽകിയ ഹർജിയിലാണ് സുപ്രധാനമായ ഉത്തരവ്. ഉത്തരവ് നടപ്പാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുവാനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ഇവ നടപ്പാക്കാനും ഇടക്കാല വിധിയിലൂടെ കളക്ടറെ കോടതി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഇവയിൽ വീഴ്ച വന്നാൽ ഉത്തരവിന്റെ ലംഘനമായി കരുതുമെന്ന് വിധിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. 2023 ഡിസംബറിലാണ് ഈ ഹർജിയിലെ ആദ്യ ഇടക്കാല ഉത്തരവായി ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ആല ഗോതുരുത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ വാട്ടർ അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകിയത്. എന്നാൽ വർക്ക് പൂർത്തിയാകുന്നതുവരെ SN പുരം പഞ്ചായത്ത് ടാങ്കർ ലോറിയിൽ വെള്ളം നൽകണമെന്നുള്ള കോടതി ഉത്തരവ് പ്രകാരം വെള്ളം നൽകി വരുന്നുണ്ട്. 2023 കുടിവെള്ളം കൊടുക്കുവാനുള്ള ഇടക്കാല ഉത്തരവ് മറ്റ് 9 പഞ്ചായത്തുകൾ ആയ മതിലകം, പെരിഞ്ഞനം, കയ്പമംഗലം, തളിക്കുളം, എടത്തുരുത്തി, വലപ്പാട്, നാട്ടിക, വാടാനപ്പള്ളി, ഏങ്ങണ്ടിയൂർ പഞ്ചായത്തുകളിലേക്ക് കൂടി ബാധകമാക്കിയാണ് ചീഫ് ജഡ്ജസ് അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഈ പുതിയ ഉത്തരവ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.